Hi everyone, this is Yabin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ കുറച്ചധികം അടിപൊളിയായ എക്സൈറ്റിംഗ് ന്യൂസുകൾ ആപ്പിളിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ആ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ ആപ്പിൾ റിലേറ്റഡുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ന്യൂസും റിപ്പോർട്ട്സും പുതിയ പുതിയ അപ്ഡേഷൻസും ലീക്സും ടിപ്സും ട്രിക്സും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ ചാനലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് യബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടങ്ങാൻ നമ്മുടെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.5 എന്ന് പറഞ്ഞ ആർട്സ് റിലീസ് ആപ്പിൾ റിലീസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ പുതിയ വാൾപേപ്പറും വാച്ച് ഫേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യയിലെ എയർടെലും ജിയോ യൂസേഴ്സിനും കുറച്ചധികം ഫീച്ചേഴ്സും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ മിക്കവാറും ഈ വരുന്ന ആഴ്ച iOS 18.5 ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിൾ എന്തായാലും റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് iOS 19 ഒരു മാസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. ഒഫീഷ്യൽ അല്ലെങ്കിലും ഡെവലപ്പർ ബേറ്റ ആപ്പിൾ ഈ പറഞ്ഞ iOS 19 റിലീസ് ചെയ്യും. WW25 ഹെൽഡ് ചെയ്തിരിക്കുന്നത് ജൂൺ 9 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രാത്രി 10:30 ഈ ഒരു ഇവന്റ് ആപ്പിൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഇവന്റിൽ ആപ്പിൾ സോഫ്റ്റ്വെയർ മാത്രമല്ല റിലീസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ കൂടെ കുറച്ചധികം പ്രൊഡക്റ്റും കൂടെ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ പറയുന്ന പുതിയ മാക് പ്രോ ചിലപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യും, പുതിയ എയർ ടാഗ് ആപ്പിൾ റിലീസ് ചെയ്യും. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണുകയാണെങ്കിൽ ഇനി അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന പുതിയ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ iOS 19 കുറച്ചധികം പുതിയ പുതിയ ലീക്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. റൗണ്ട് ഷേപ്പ് ആയിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്, പക്ഷേ കംപ്ലീറ്റ്ലി റൗണ്ട് ഷേപ്പ് അല്ല. ഈ പറയുന്ന ഷേപ്പ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ iOS 19 വരുമെന്നും ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം അടുത്ത ന്യൂസും iOS 19 സഫാരിയിലേക്ക് ആപ്പിൾ AI ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ കുറേയധികം ബ്രൗസേഴ്സിലും AI ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, മൈക്രോസോഫ്റ്റിൻ്റെ ഒക്കെ ഈ പറയുന്ന ബ്രൗസേഴ്സിൽ കോപ്പൈലറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സഫാരിയിലേക്കും ആപ്പിൾ AI ഇൻ്റഗ്രേഷൻ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കുറച്ചധികം അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ആസ് എ ആപ്പിൾ യൂസർ നമുക്ക് കുറച്ചും കൂടെ സഫാരിയിലേക്കാണ് ആ ഒരു എന്താ പറയുക ഫ്ലോ കിട്ടുക. ആ ഒരു സെയിം ആപ്ലിക്കേഷൻ തന്നെ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരു യൂസർ എക്സ്പീരിയൻസും അതോടൊപ്പം ഫീഡ്ബാക്കും നല്ല രീതിക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് റേബാനും മെറ്റയും കൂടെ ഒരു സ്മാർട്ട് ഗ്ലാസ് ഇപ്പോൾ റിലീസ് ചെയ്യാനുണ്ട് നമ്മുടെ ഫ്രണ്ടിലെ ക്യാമറയ്ക്ക് ഉണ്ടായിട്ട്. അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ ഒരു സ്മാർട്ട് ഗ്ലാസ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ചിപ്സെറ്റ് പ്രിപ്പയർ ചെയ്യാമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. മാർഗർമെൻ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആ ഒരു ചിപ്സെറ്റ് കുറച്ചും കൂടെ ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. 2027-28 ആ ഒരു സമയത്തായിരിക്കും മിക്കവാറും ഈ പറഞ്ഞ ആപ്പിളിലെ സ്മാർട്ട് ഗ്ലാസ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഐഫോൺ ഇപ്പോൾ 2 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഒന്ന് നോൺ പ്രോ സീരീസ്, 2 പ്രോ സീരീസ്. ഇതിൻ്റെയും പൊക്കത്തേക്ക് ഒരു ടോപ്പ് നോച്ചായിട്ട് വരാൻ പോകുന്ന ഒരു സെക്ടറാണ് അല്ലെങ്കിൽ ഒരു സെക്ഷനാണ് ഫോൾഡബിൾ എന്ന് പറയുന്നത്. ഐഫോണിൽ ഈ പറയുന്ന ഫോൾഡബിൾ വരും 2026 എന്ന് പറയുന്ന സമയത്ത്. അതോടൊപ്പം ഈ ഒരു ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ പുതിയ ഒരു ഫോൾഡബിൾ സ്റ്റാൻഡേർഡ് ആപ്പിൾ ക്രിയേറ്റ് ചെയ്യും എന്നാണ് നമുക്കൊരു റിപ്പോർട്ട്. ഈ പറഞ്ഞ ഫോൾഡബിൾ ഡിവൈസിന് വേണ്ടി സാംസങ് ആയിരിക്കും ഡിസ്പ്ലേ കൊടുക്കാൻ പോകുന്നത്. സാംസങ് ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ ഡെവലപ്പിങ്ങും ബാക്കി കാര്യങ്ങളുമാണ്. സാംസങ് ഫോൾഡിനെക്കാട്ടും മച്ച് ബെറ്റർ ആയിരിക്കും ഈ പറയുന്ന ഐഫോണിൻ്റെ ഫോൾഡബിൾ ഡിസ്പ്ലേ എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ന്യൂസ് ഞാൻ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഉണ്ടാകുന്ന ഫോൾഡബിൾ ഡിവൈസിൻ്റെ സ്റ്റാൻഡേർഡ് തന്നെ മാറ്റാൻ പോകുന്ന അല്ലെങ്കിൽ ആപ്പിൾ വെക്കാൻ പോകുന്ന ഒരു പുതിയ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അത് ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു പുതിയ സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. സോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും അത്രമാത്രം ക്വാളിറ്റി മിക്കവാറും ഈ പറഞ്ഞ ഐഫോൺ ഫോൾഡിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഡിവൈസ് വരുന്നത് കൂടെ തന്നെ ആപ്പിളിൻ്റെ ഐഫോൺ ലോഞ്ചിൻ്റെ ആ ഒരു പാറ്റേണും മാറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നത് വർഷത്തിൽ ഒരു ഇവൻ്റ് മാത്രമാണ് ഐഫോണിൻ്റെ ലോഞ്ചിനായിട്ട് ആപ്പിൾ ഫോക്കസ് ചെയ്യാറ്. അതായത് സെപ്റ്റംബർ ഇവൻ്റാണ് ആപ്പിൾ ഒരു പുതിയ ഐഫോൺ എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ 2026 ശേഷം ഫോൾഡബിൾ സെക്ഷൻ ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിളിന് ഫോൾഡബിൾ എന്ന് പറഞ്ഞ ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഐഫോണിൻ്റെ റിലീസും കുറച്ചധികം വ്യത്യാസം വരും. ആ റോഡ് മാപ്പ് അല്ലെങ്കിൽ ഐഫോണിൻ്റെ റിലീസിങ് റോഡ് മാപ്പ് ഒരു ചേഞ്ച് വരും. എല്ലാ കൊല്ലവും നമുക്ക് സെപ്റ്റംബറിൽ കാണുന്ന പുതിയ ഐഫോണിൽ ആ ഒരു ചേഞ്ച് വരാൻ പോകുന്നത്. ഓരോ കൊല്ലവും ഫസ്റ്റ് ക്വാർട്ടർ, അതായത് ഈ പറഞ്ഞ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഈ സമയത്ത് iPhone 16 അല്ലെങ്കിൽ iPhone 16e അല്ലെങ്കിൽ ഈ പറഞ്ഞ
17E എന്നീ പറഞ്ഞ പേരിൽ ഒരു ഡിവൈസ് വരും. അതിനുശേഷം സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ഇവന്റിൽ ഈ പറഞ്ഞ പ്രോ സീരീസും ഫോൾഡബിൾ ഡിവൈസും ആപ്പിൾ റിലീസ് ചെയ്യും എന്നീ പാറ്റേണിലേക്കായിരിക്കും ആപ്പിൾ പോകാൻ പോകുന്ന ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആപ്പിൾ ഇപ്പോൾ ഈ സീരീസ് ലോഞ്ച് ചെയ്യുന്നത് ഇടക്കിടക്കാണ്. അതേപോലെ ചിലപ്പോൾ ഈ സീരീസ് ആപ്പിൾ ലോഞ്ച് ചെയ്യും. ഇപ്പോൾ വരുന്ന എല്ലാ ഡിവൈസും മിക്കവാറും എൻ്റെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും സെപ്റ്റംബറിലേക്ക് തന്നെ ഒഫീഷ്യലി ആപ്പിൾ റിലീസ് ചെയ്യും എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്നാണ് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് നല്ല കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ആപ്പിളിൻ്റെ പുതിയ പുതിയ ന്യൂസുകളും ബാക്കികളും റെഗുലറായിട്ട് അറിയാൻ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കുറച്ചധികം ഈ പറഞ്ഞ കോൾഡും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് തൊണ്ടടക്കലും സൗണ്ട് ഇല്ലായ്മയും അങ്ങനെ കുറേയധികം ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ട്. കുറേയധികം അല്ല, കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് എനിക്ക് വലിയൊരു എനർജി കൊടുത്ത് ഈ പറഞ്ഞ ന്യൂസ് സംസാരിക്കാൻ പറ്റത്ത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് യുവർ വിൻ സേരിയ സൈനിങ് ഫ്രം എവിക.